രാഹുലെ, പത്തനാപുരം ഗണേഷ് കുമാർ തന്റെ ഉരുക്കു കോട്ടയെ വെച്ചുകൊണ്ടിരുന്ന പത്തനാപുരം ഇത്തവണ ദയനീയമായ പരാജയം. ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് മുന്നിൽ ഗണേഷ് കുമാർ മുട്ടുമടക്കേണ്ട അവസ്ഥ വന്നപ്പോൾ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഒരു പുതിയ നടപടിയുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. രണ്ട് വിഷയങ്ങളാണുള്ളത്. ഒന്ന്, വ്യാജ ഡ്രൈവിംഗ് ലൈസൻസ്. നമുക്കറിയാം, വ്യാജ ഡ്രൈവിംഗ് ലൈസൻസ് ആണ്, അദ്ദേഹത്തിന് പ്രായപൂർത്തിയാവുന്നതിനിപ്പുറം ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ വ്യക്തിയാണ്. രണ്ടാമത്തേത്, സാരഥി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ആ ആപ്ലിക്കേഷൻ നിലവിൽ വരുന്നതിന് മുൻപ് ഇദ്ദേഹം തന്റെ ഡ്രൈവിംഗ് ലൈസൻസിൽ ഗണേഷ് കുമാർ MLA എന്ന് ചേർത്തിട്ടുണ്ട്. ഈ MLA എന്ന് പ്രയോഗം, ഈ MLA എന്ന് പറയുന്ന പ്രയോഗം നീക്കം ചെയ്യാനും മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞു. ഇപ്പോ നിലവിൽ ഗണേഷ് കുമാർ ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമല്ല എന്നിരിക്കെ ഡ്രൈവിംഗ് ലൈസൻസിൽ MLA എന്ന് ചേർത്തുകൊണ്ട് നടക്കുന്നത് നമ്മുടെ നാട്ടിലെ പൗരന്മാരെ എല്ലാവരും വെല്ലുവിളിക്കുന്നതിന് തുല്യമല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോ ഈ അധികാര മാറ്റം ഉണ്ടല്ലോ. ഇപ്പോൾ ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് എനിക്ക് പത്തനാപുരമില്ലാതെ ജീവിക്കാൻ കഴിയില്ല, പത്തനാപുരത്തെ ജനങ്ങൾക്ക് ഞാനില്ലാതെ ആഹാരം പോലും ഇറങ്ങത്തില്ല, വെള്ളം ഇറങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ പത്തനാപുരത്തെ ജനങ്ങൾ ഉണ്ടോ ഉടുത്തോ എന്ന് അന്വേഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല, ഞാൻ കണ്ടില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഉന്നയിച്ചിരുന്നു, എന്റെ തോൽവിക്ക് കാരണം ഇവിടുത്തെ BJP-ക്കാരാണ് എന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഗണേഷ് കുമാർ തന്റെ തോൽവിക്ക് കാരണം അവിടുത്തെ BJP പ്രവർത്തകരാണ്, അല്ലെങ്കിൽ BJP വോട്ട് മറിച്ച് BJP UDF ഡീൽ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്റെ മണ്ഡലത്തിലുള്ള ആളുകൾ, അതായത് തന്റെ പാർട്ടിയിലുള്ള ആളുകൾ ആർക്ക് വോട്ട് ചെയ്തു എന്ന് ആദ്യം അന്വേഷിക്കേണ്ടതുണ്ട്. അതായത് സ്വന്തം പാർട്ടിയിലെ തങ്കപ്പമുള്ള കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയുമായിട്ട് വന്നിരുന്നു. അത് കേരള കോൺഗ്രസ് പിയിലെ തന്നെ ഒരാളാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും എല്ലാം, അതായത് കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം ഗണേഷ് കുമാറിനെതിരായിട്ട് ജ്യോതികുമാർ ചാമക്കാലയ്ക്കാണ് വോട്ട് ചെയ്തത് എന്ന് പരസ്യ പ്രസ്താവന ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഇദ്ദേഹത്തെ പുറത്താക്കിയില്ല, ഒന്ന് ആലോചിച്ചു. ഇല്ല, അപ്പൊ പുറത്താക്കാൻ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ പുറത്താക്കാൻ ജില്ലാ പ്രസിഡന്റ് വിചാരിച്ചാൽ മതിയോ? സംസ്ഥാന പ്രസിഡന്റ് വിചാരിച്ചെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അതൊരു പാർട്ടിയുടെ പ്രോട്ടോകോൾ അങ്ങനെയാണ്. അല്ലെങ്കിൽ ഈ പാർട്ടി ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ഗണേഷ് കുമാർ സമ്മതിക്കേണ്ടി വരും. ഇനി അതിനപ്പുറത്തേക്ക് മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, KB ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായിരുന്നു. ഈ ഗതാഗത വകുപ്പിന്റെ കീഴിലുള്ള ആരെങ്കിലും ഗണേഷ് കുമാറിന് വോട്ട് ചെയ്തോ എന്ന് അദ്ദേഹം അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ലില്ല. അവിടുത്തെ ഓട്ടോ ഡ്രൈവേഴ്സ്, അതായത് ടാക്സി ഡ്രൈവേഴ്സ് എല്ലാവരും ഒറ്റയടിക്ക് മാറ്റിക്കുത്തി. അദ്ദേഹത്തിന്റെ പരിപാടിയൊക്കെ പോയി. പരിപാടിക്ക് ഒരു ദിവസം പോകുന്നതിന് 1000 രൂപ കിട്ടുമല്ലോ. അവിടെ കിടന്ന് ഓടിയാൽ പോലും 200 രൂപ തികച്ചു കിട്ടത്തില്ല. അപ്പോ ഗണേഷ് കുമാറിന്റെ ഒരു ദിവസം പരിപാടിയിൽ പോയ ഓട്ടോക്കാരെല്ലാം പോയി. പക്ഷെ പോയവരെല്ലാം അതേപോലെ തിരിച്ചു കുത്തിയതാണ് ചരിത്രം. ഓട്ടോക്കാരെല്ലാം മാറിക്കുത്തി. എന്തിനാണ് ഇവിടുത്തെ പ്രൈവറ്റ് ബസ് ഓണർമാരെല്ലാം പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചത്? എന്തിനാണ്? പൊങ്കാല വരെ ഇട്ടില്ലേ? പൊങ്കാലിട്ടതാരാ? ഡ്രൈവിംഗ് സ്കൂളുകാർ പൊങ്കാലിട്ടു. അപ്പൊ തന്റെ വിഭാഗത്തിന്റെ കീഴിലുള്ള എല്ലാ ആളുകളും തനിക്കെതിരായിരുന്നു എന്ന് എപ്പോഴെങ്കിലും ഗണേഷ് കുമാർ ചിന്തിച്ചു? KSRTC ജീവനക്കാർ വരെ സന്തോഷത്തിലാണ് KB ഗണേഷ് കുമാർ തോറ്റതിന്. KB ഗണേഷ് കുമാറിനെ പോലെ ഒരാൾ, അയാള് തന്റെ കൂടെ തന്റെ എന്തോ അവകാശമാണ്, തന്റെ എന്തോ സ്വത്താണ് എന്ന് പറഞ്ഞ് കൂടെ കൊണ്ടുനടന്നതാണ് MLA എന്ന് പറയുന്ന പദവി. അത് പോയതിൽ വലിയ സങ്കടമുണ്ട്, ചെറിയ സങ്കടമൊന്നുമല്ല. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഞാൻ ഇവിടെ തന്നെ കാണും, പത്തനാപുരത്ത് തന്നെ കാണും. പക്ഷേ അദ്ദേഹം അതിന്റെ കൂടെ പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, ഞങ്ങൾക്ക് ജില്ലാ വൈസ് പ്രസിഡന്റുമാരുണ്ട്, ഞങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. എന്റെ അറിവിൽ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ പോലും പത്തനാപുരത്ത് ഗണേഷ് കുമാറിന് വേണ്ടി ഇല്ല. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരില്ല. ആകെ കിട്ടിയത് 6 പഞ്ചായത്ത് മെമ്പർമാരാണ്. വേറെ വൈസ് പ്രസിഡന്റ്മാർ ഒന്നുമില്ല. പത്തനാപുരത്ത് മണ്ഡലത്തിൽ ആകെ കിട്ടിയത് 6 പഞ്ചായത്ത് മെമ്പർമാരെയാണ്. 100 പേരെ മത്സരിപ്പിച്ചാണ്. ആകെ കിട്ടിയത് 6 പേരെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ടാണ് ഗണേഷ് കുമാർ ഈ ഇത്രയ്ക്ക്, അതായത് ഞങ്ങൾ എന്തോ വലിയ സംഭവമാണ്, കേരള കോൺഗ്രസ് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വെല്ലാൻ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന സാഹചര്യം. രാഹുലെ, എനിക്ക് മറ്റൊരു സംശയം കൂടി. ഇതൊക്കെ പറയുമ്പോൾ രാഹുൽ ഓർക്കുന്നുണ്ടാവും, പണ്ടൊരു KSRTC ഡ്രൈവർ, പണ്ടല്ല കുറച്ചു മുൻപ് ഒരു KSRTC ഡ്രൈവർ, അദ്ദേഹത്തിന് വാഹനം ഓടിക്കുമ്പോൾ ദാഹം സഹിക്കാൻ വയ്യാതെ ഒരു കുപ്പി വെള്ളം ഈ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ഡാഷിൽ ഇട്ടു എന്നും പറഞ്ഞ് തടഞ്ഞു നിർത്തി നടുറോഡിൽ ക്യാമറയ്ക്ക് മുന്നിൽ, ചാനലുകൾക്ക് മുന്നിൽ വലിയ ഘോരഘോരം പ്രസംഗിക്കുകയും അദ്ദേഹത്തെ വളരെ മോശമായിട്ട് അദ്ദേഹത്തിനെ ശകാരിക്കുകയും ചെയ്ത ഗതാഗത വകുപ്പ് മന്ത്രി. അയാൾ ഇത്രയും കാലം വാഹനം ഓടിച്ചുകൊണ്ടിരുന്നത് വ്യാജ ലൈസൻസ് ഉപയോഗിച്ച്, അതായത് ഒരു ഒറിജിനൽ ലൈസൻസ് പോലും ഇല്ലാത്ത ഗതാഗത. അവിടേക്കാണ് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ.
ഇപ്പോ നമുക്കറിയാം പാലക്കാട് റോഡ് ഷോ നടക്കുന്ന സാഹചര്യത്തിൽ അവിടുത്തെ SFIക്കാരും DYFIക്കാരൊക്കെ കുപ്പിയെടുത്ത് പോലീസുകാരെ എറിയുന്ന ഒരു സാഹചര്യം കണ്ടു. അപ്പൊ തന്നെ പാർട്ടി ഓഫീസിൽ കയറി കുപ്പി എറിഞ്ഞവന്മാരെ അടിച്ചു തൂക്കിയത് നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെയാണ് MVD തിരിഞ്ഞു. ഇപ്പോ MVD നയിച്ചിരുന്ന ആളാണ്, ഗതാഗത മന്ത്രിയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തൂക്കിന്ന് വെച്ച് കഴിഞ്ഞാല് ഗണേഷ് കുമാറിന് അടപടലം പൂട്ടും. അത് ഒരു അവസരം നോക്കിയിരിക്കുവായിരുന്ന പോലെയാണ്. ഇനി നമ്മള് മറ്റേ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലോ, അതിനെ പോലെ KB ഗണേഷ് കുമാർ MLA പോയി ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുന്ന ഒരു സീൻ നമ്മൾ കാണേണ്ടതാണ്. ഇപ്പോ അദ്ദേഹം തന്നെ കൊണ്ടുവന്ന കുറച്ച് നിയമങ്ങൾ ഉണ്ടല്ലോ, 30 ക്വസ്റ്റ്യൻസ് 30 സെക്കൻഡ് കൊണ്ട് എഴുതിയെടുക്കണം, അങ്ങനെ എന്തൊക്കെയോ പുതിയ പരിഷ്കാരങ്ങൾ അദ്ദേഹം ഇതിനകത്തൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഇതിനകത്തൊരു ആശയക്കുഴപ്പം വരുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മോട്ടോർ വാഹന നിയമത്തിൽ എടുത്തെഴുതിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് അത് വളരെ ഗൗരവകരമായ ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിശ്ചിത കാലയളവിലേക്കുള്ള സ്ഥാനങ്ങൾ ലൈസൻസ് ഉൾപ്പെടെയുള്ള ഔദ്യോഗിക രേഖകൾ കൂട്ടിച്ചേർക്കാറില്ല. അതായത് ഇപ്പോ രാഹുൽ ഇപ്പം ഇവിടുത്തെ എന്താ പറയുന്നത്, ഏതെങ്കിലും ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്, അല്ലെങ്കിൽ ഒരു സർക്കാർ സ്ഥാപനത്തിന്റെ MD ആയിട്ട് വർക്ക് ചെയ്യണം, അത് ഒരിക്കലും എഴുതി ചേർക്കാറില്ല. തീർച്ചയായിട്ടും അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം ഡോക്ടർ പദവി കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ ചേർക്കാം. അത് നമ്മൾ പഠിച്ചെഴുതിയെടുക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം IAS ആണെങ്കിലും IPS ആണെങ്കിലും ഇതൊക്കെ നമുക്ക് കൂടെ കൊണ്ടുനടക്കാം, ആ സർവീസ് കാലഘട്ടത്തിൽ മാത്രം. അല്ലാതെ ചേർക്കുമ്പോൾ റിട്ടയർഡ് എഴുതി ചേർക്കണം. MLA ആണെങ്കിലും MP ആണെങ്കിലും 5 വർഷത്തേക്കിന് മാത്രമാണുള്ളത്. അത് കഴിഞ്ഞാൽ ഒരു പദവിയും ഇല്ല. ജനാധിപത്യ വ്യവസ്ഥയിൽ അങ്ങനെ തന്നെയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ്. ഇനി എല്ലാ കൊല്ലവും ഞാൻ തന്നെയായിരിക്കും പത്തനാപുരത്തിന്റെ MLA എന്ന് അദ്ദേഹം പണ്ടെപ്പോഴോ സ്വപ്നം കണ്ടു. ഇനി ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ, എന്നെ ഇപ്പോ അറിയാലോ, LDF അല്ലാതെ മറ്റാര് എന്ന് പറയുന്ന പോലെ ഗണേഷ് കുമാർ അല്ലാതെ പത്തനാപുരത്ത് മറ്റാര് എന്ന് അദ്ദേഹം അങ്ങ് സ്വപ്നം കണ്ടു. അദ്ദേഹം കഴിഞ്ഞ തവണ വലിയ പരിപാടിയിലൊന്നും ഇറങ്ങിയില്ലെങ്കിലും ഇപ്രാവശ്യം ഓടി നടന്ന് പ്രചരണങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യമാണ്. തോറ്റിട്ടും അദ്ദേഹം ജ്യോതികുമാർ ചാമക്കാലയെ ശവപ്പെട്ടി കച്ചവടക്കാരൻ എന്ന് വിളിച്ച ഗണേഷ് കുമാർ, എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു 10-12 മരണ വീട്ടിൽ പോയി എന്നാണ്. അതായത് അദ്ദേഹം ജ്യോതികുമാർ ചാമക്കാല അദ്ദേഹം 5 കൊല്ലമായിട്ട് മരണ വീടും കല്യാണ വീടും ഒക്കെ ഓടി നടന്ന് സന്ദർശിക്കുന്ന സാഹചര്യത്തിൽ ഗണേഷ് കുമാർ അന്ന് അദ്ദേഹത്തെ വിളിച്ചത് ശവപ്പെട്ടി കച്ചവടക്കാരുടെ മനസ്സാണ്, ആരെങ്കിലും മരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ജ്യോതികുമാർ ചാമക്കാല എന്ന്. ഇന്ന് അതേ ഗണേഷ് കുമാർ മരണ വീട്ടുകളിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ എന്താണ് വിളിക്കേണ്ടത്? അല്ല, ജ്യോതികുമാർ ചാമക്കാലയുടെ അതേ ട്രാക്ക് അദ്ദേഹം പിന്തുടരുകയാണ് തോന്നുന്നു. എന്താണെങ്കിലും മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ നിയമോപദേശം തേടിയിട്ടുണ്ട്. ലൈസൻസ് പോകും എന്ന് ഏകദേശം ഉറപ്പായിട്ടും. ലൈസൻസ് ഉറപ്പായിട്ടും പോകും. അതേപോലെ തന്നെ അദ്ദേഹത്തിന് MLA എന്ന് കൂടിച്ചേർത്തിരുന്ന അതിനെന്തായാലും അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാനുള്ള സാഹചര്യമുണ്ട്. എന്താണെങ്കിലും മുൻപത്തെ പോലെ ഫൈൻ ആണോ വരുന്നത്? ഇനി എന്താണെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത വ്യാജ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാൾക്ക് MLA എന്ന് ചേർത്താൽ എന്ത്, MP എന്ന് ചേർത്താൽ എന്ത്, ഒരു കാര്യമില്ല. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഈ ഗണേഷ് കുമാർ ജ്യോതികുമാർ ചാമക്കാലയെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ BJP വോട്ടുകൾ വാങ്ങിച്ച ഡീലാണ് എന്ന് പറയും. അപ്പോ ജ്യോതികുമാർ ചാമക്കാല തമാശ രൂപേണ പറയുന്നൊരു കാര്യമുണ്ട്, അത് പ്രീ ഡിഗ്രിക്കാരന് കണക്ക് മനസ്സിലാവത്തില്ലേ, അതേപോലെ അദ്ദേഹത്തിന്റെ ഗണേഷ് കുമാർ സംസ്ഥാന ആൻ അസോസിയേഷന്റെ പ്രസിഡന്റ്. കാരണം അദ്ദേഹത്തിന് പറയാൻ വേറെ പദവികളൊന്നുമില്ലല്ലോ. ഗണേഷ് കുമാറിനെ പോലെ ഇത്രയും കേരള കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആൾക്ക് അതിനപ്പുറത്തേക്ക് വേറെന്ത് പദവികളാണുള്ളത്? നേരത്തെ മന്ത്രിയായിരുന്നു, അതിനു മുമ്പിട്ട് MLA ആയിരുന്നു. ഇപ്പം പറയാൻ പദവികളൊന്നുമില്ലല്ലോ. ഇപ്പോഴും അദ്ദേഹം ആന ഉടമ സംഘത്തിന്റെ സ്ഥാനത്തുണ്ടെന്ന് തോന്നുന്നു അല്ലെ? അതെ. അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നു കഴിഞ്ഞ ദിവസം ജ്യോതികുമാർ ചാമക്കാല അദ്ദേഹത്തിനെ അങ്ങനെ വിളിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ എന്താണെങ്കിലും സർക്കാർ മാറിയത് ഗണേഷ് കുമാറും കൂടെ അറിയേണ്ടതുണ്ട്. എന്താണെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് പോച്ച്. അല്ല, അത് മാത്രമല്ല, 2028 ജൂലൈ 10 വരേക്കും അദ്ദേഹത്തിന്റെ ലൈസൻസിന് കാലാവധി ഉണ്ട്. അല്ല, വ്യാജ ലൈസൻസിന് എന്ത് കാലാവധി? ലൈസൻസ് പോച്ച്. ഇനി ഒന്നേന്ന് പറഞ്ഞ എടുക്കേണ്ടി വരും.